ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൾട്ടിഗ്രെയിൻ ദോശയാണ്. കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഞവരരി, ചെറുപയർ, റാഗി, ഉഴുന്ന്, ഉലുവ ഇത്രയാണ്. ഏകദേശം 3/4 കപ്പോളം ഞവരരി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് പച്ചരി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അരിയാണ് ഈ ഒരു ഞവരരി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അതേ അളവിൽ തന്നെ നമ്മൾ റാഗി എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് ചെറുപയറും 1/4 കപ്പ് ഉഴുന്നും ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഉലുവ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. റാഗിയിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറഞ്ഞതൊരു 6 തൊട്ട് 8 മണിക്കൂർ വരേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഈ ധാന്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ധാന്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ദേ ഐറ്റംസ് എല്ലാം നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് കുറേശ്ശെ ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഈ ഒരു മൾട്ടിഗ്രെയിൻ ദോശ പല രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ധാന്യങ്ങൾ യൂസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ട് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് ആക്കിയെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. ഇനി ദോശ ചുട്ടെടുക്കാം. ഈ തിക്നെസ്സിൽ ദോശ ഉണ്ടാക്കുന്നതിനേക്കാൾ കട്ടി കുറച്ച് ഇതുപോലെ പരത്തി ചുടുമ്പോഴാണ് ഈ ഒരു ദോശയ്ക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് കഴിക്കാൻ നമുക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ലോണം പരത്തി ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ നെയ്യ് ഒഴിച്ച് ക്രിസ്പിയാക്കി കൊടുത്താൽ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ഇനി ഒരു സൈഡ് ആയി കഴിയുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മൾട്ടിഗ്രെയിൻ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ചെറുപയറിൻ്റെയോ റാഗിയുടെയോ ഒരുപാട് കുത്തലൊന്നും എടുക്കില്ല ഇങ്ങനെ ദോശയായിട്ട് കഴിക്കുമ്പോഴേക്കും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്